ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹബീസ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു എക്സാം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. മൈൻക്രാഫ്റ്റിൽ ഇപ്രാവശ്യം കളിക്കാൻ പോണത് നമ്മുടെ ഫ്രണ്ട്സിനെ പ്രാങ്കില്ലേ, അങ്ങനത്തെ ഒരു 3 പ്രാങ്കാണ് നമ്മൾ കളിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും വേഗം പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീഡിയോൻ്റെ റോക്ക് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യത്തെ ട്രാപ്പ് എന്താ വെച്ചാൽ നമ്മൾ മരത്തുമ്മ വെച്ചിട്ടാണ്, മരത്തിൽ TNT വെച്ചിട്ടുള്ള ഒരു ട്രാപ്പാണ്. അധികം പേർക്ക് അറിയുണ്ടാവും, അറിയാത്തവർക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒരു മരം കണ്ടുപിടിക്കണം. എല്ലാവരും പിന്നെ സാധനങ്ങളാണ് എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് TNT വേണം, പിന്നെ നമ്മൾ ഒബ്സർവ് വേണം, രണ്ടെടുത്തുണ്ട്. നമുക്കൊരു മരം കണ്ടുപിടിക്കണം. ഈ കാട്ടിൽ നല്ലൊരു മരം വേണം. ഇതാ ആ മരം ഞാൻ എടുക്കാം. അപ്പോൾ അതാ ഇനി ഈ മരത്തുമ്മലാണ് നമ്മൾ TNT ഒക്കെ വെച്ച് സെറ്റാക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധികം പേർക്കും ഇതൊക്കെ അറിയുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഇത് ഭയങ്കര എളുപ്പമാണ്. ഒന്നുമില്ല, ആദ്യം 2 പൊടിക്കുക, ഈ കൊഴുത്തുക, 2 അടി ആഴ്ചയിൽ കൊഴുത്തിൻ്റെ നമ്മളിങ്ങനെ ചുറ്റും കുഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ ഇതാക്കണം, TNT വയ്ക്കണം. ഇതിൻ്റെ നേരെ താഴെ തന്നെ ആദ്യം TNT വയ്ക്കുക. അതാ TNT ഇവിടെ വയ്ക്കണം. കുറേ പൂണ്ടല്ലോ ഇവിടെ. ഇനി TNT വെച്ച് നിറയ്ക്കണം. ഞങ്ങൾക്ക് നിറച്ചിട്ട് എങ്ങനെയാണെന്ന് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ കഴിച്ച് നമ്മൾ TNT വെച്ച് നിറച്ചിട്ടുണ്ട്. ഇനി എന്താ കാട്ടേണ്ടത് കാട്ടിത്തരാം. നമ്മളെ മറ്റേ വുഡിൻ്റെ ഇതില്ല, വേറെ കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഏത് മരമാണ് എടുക്കണേ അതിൻ്റെ അതേ ഇതിലൊരു വുഡിൻ്റെ ഇത് വേണം, വുഡിൻ്റെ പീസ് വേണം. പിന്നെ നമ്മളെ ഇതില്ല ഗ്രാസ് അതും വേണം. അപ്പം ഇനി നടുവത്തൊഴുകിയ ബാക്കിയൊക്കെ നമ്മൾ മൂടണം. ഞാൻ മൂടിയിട്ട് അങ്ങനെ കാട്ടിത്തരാം. നമ്മൾ മൂടി സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഒബ്സർവർ വെക്കണം. ആദ്യം ഇവിടെ ഇത് വയ്ക്കുക. ഇന്ന് നമുക്ക് ഇറങ്ങിക്കാൻ മാത്രം ഒന്ന് കുഴിത്തുക. ഇത് പിടിക്കട്ടെ. പിന്നെ നമുക്ക് ഇവിടെ അത് വയ്ക്കണം, വുഡ് ഈസ്. ഞങ്ങൾക്ക് ഒബ്സർവർ വയ്ക്കണം. ഒബ്സർവറിൻ്റെ അത് അടിക്ക് വരെ ഇങ്ങനെ അടിക്ക് ഉള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മൂടണം. അടിയിൽ ബ്ലോക്ക് ചെയ്യട്ടെ, സെറ്റാക്കട്ടെ. അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പൊട്ടിക്കണം കാട്ടിത്തരാം. ലോ ഞാൻ ഫ്രണ്ടാണല്ലോ. ഓ, മരം ഉണ്ടല്ലോ ഇവിടെ, കുറച്ച് മരം നോട്ടട്ടെ. ഒരു സ്റ്റാക്ക് മരമുള്ളൂ, മരമല്ല വുഡ്. ഇത് പൊട്ടിക്കട്ടെ. ഇതെന്താ ഗൈസ്, എന്തൊരു ഒച്ച കേൾക്കണേ. അയ്യോ ഇത്ര ഉണ്ടാവുള്ളൂ. നമ്മൾ ഫ്രണ്ട് എളുപ്പത്തിൽ ചാവും. അപ്പം ഇനി അടുത്ത ട്രാപ്പ് എന്താ നോക്കാം. ആദ്യം സ്റ്റെപ്പ് വേണം. ഈ സ്റ്റെപ്പ് വേണം. പിന്നെ നമ്മുടെ വാതിൽ വേണം. പിന്നെ പഫർ ഫിഷ് വേണം. പിന്നെ നമ്മുടെ ചെസ്റ്റ് വേണം. പിന്നെ ഡയമണ്ടും വേണം. പിന്നെ വുഡും വേണം. ഇനി ഒരു നല്ല ഏരിയ കണ്ടുപിടിക്കണം. നമ്മൾ നല്ലൊരു ഏരിയ എടുത്തിട്ടുണ്ട്. ഇനി ക്ലീൻ ആക്കണം. ഞാൻ ക്ലീൻ ആക്കിയിട്ട് എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ നമ്മളിങ്ങനെ വുഡൊക്കെ വെച്ച് സെറ്റ് ആക്കണം. ഒരു നല്ല എൻട്രൻസ് ഉണ്ടാക്കണം. ഇങ്ങനെ കാട്ടിത്തരാം. ഇവിടെ വുഡ് സെറ്റപ്പ് ആക്കി എടുക്കണം. ക്ലീൻ ആക്കിയിട്ട് കുട്ടപ്പനാക്കണം ഈ ഏരിയ. പിന്നെ ക്ലീൻ ആക്കിയിട്ട് എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ അയൺ ഡോർ ഇവിടെ വയ്ക്കണം. 1 2 3. ഇവിടെ പ്ലഷർ പ്ലേറ്റ് വയ്ക്കണം. 1 2 3. ഇനി പ്ലഷർ പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുകളിലൊരു ഓടും വേണം. അപ്പോൾ ഞാൻ എങ്ങനെ സെറ്റാക്കണമെന്ന് കാട്ടിത്തരാം. ആദ്യം ഇങ്ങനെ മുന്നത്തെ ഇതൊക്കെ മുറിക്കാം. അപ്പോൾ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയാന്ന് സ്റ്റെപ്പ് പോലെ വയ്ക്കണം. സ്റ്റെപ്പ് പോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളെ ചെസ്റ്റ് വയ്ക്കണം. ചെസ്റ്റ് വയ്ക്കട്ടെ. ഒന്നുകൂടി എടുത്ത് വയ്ക്കണം, എന്നാലും നമ്മളെ ഫ്രണ്ട്സ് കാണുള്ളൂ. അപ്പം ഇനി ഇവിടെ വെച്ചു. അപ്പം ഞാൻ ഇതിൽ ഡയമണ്ട് വയ്ക്കണം. ഇതല്ല ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഡയമണ്ട് കിട്ടിക്കോട്ടെ എന്ന്. ഇനി എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. നമ്മളാദ്യം ഒരു സ്റ്റെപ്പിൻ്റെ ഇങ്ങനെ പൊട്ടിക്കുക. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അടിക്കൊന്ന് കുഴിത്തുക. ഇനി അതൊക്കെ മുടട്ടെ. ഇനി നമ്മളെ പഫർ ഫിഷില്ലേ അതിങ്ങനെ ഒഴിക്കണം. ഒന്നും കൂടിയും 3 എണ്ണം വേണം. ഇനിയിപ്പോൾ 3 എണ്ണം അവിടെ വയ്ക്കുക. അപ്പോൾ നമ്മളിതാ 3 എണ്ണം ഒഴിച്ചിട്ടുണ്ട്. ഇത് അടയ്ക്കണം. അടച്ചിട്ട് കാട്ടിത്തരാം. അപ്പോൾ ഞാൻ അടുത്തത് എങ്ങനെയാക്കുക ഇനി മൊത്തത്തിൽ ചെയ്തിട്ട് കാട്ടിത്തരാം എനിക്ക്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രണ്ടായിട്ട് വരാം. ലോ ഇതെന്താ സ്ഥലം? ഓ, അവിടെ ചെസ്റ്റ് ഉണ്ടല്ലോ. അവിടെ ഡയമണ്ട് ഉണ്ടാവും. അയ്യോ എന്താണ് അവിടെ പറ്റണേ? അയ്യോ പുറത്തേക്കും പോകാൻ പറ്റണില്ലേ? അയ്യോ ചെസ്റ്റ് തുറന്നു.
അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. ഇത്ര എളുപ്പത്തിൽ നമ്മളെ ഫ്രണ്ട്സിനെ അതാ നമുക്ക് കില്ല് ചെയ്യാം. ഞാൻ അടുത്ത ട്രാപ്പ് എന്താ നോക്കാം. ആദ്യം നമ്മൾ ഫ്രണ്ടിൻ്റെ വീട് ഉണ്ടാക്കണം. ഓൾറെഡി ഫ്രണ്ടിൻ്റെ വീട് ഉണ്ടാവുമല്ലോ അത്. ഇവിടെ നമുക്ക് ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീട് ഉണ്ടാക്കാം. അപ്പോൾ ഇനി വീട് ഉണ്ടാക്കട്ടെ. അതാ ഗൈസ് നമ്മൾ ഫ്രണ്ടിൻ്റെ വീടൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇത്രയും ഷോകളുള്ള വീട് എവിടെയും ഉണ്ടാവില്ല. ഇനിയാണ് നമ്മളെ കളി. ഇത് ഭയങ്കര എളുപ്പമാണ്. ഇതാണ് ഏറ്റവും എളുപ്പം തോന്നുന്നത്. നമുക്കൊരു 5-6 അടി താഴത്തേക്ക് കുത്തണം. നമ്മളെ ഫ്രണ്ട് ഇവിടുന്ന് വീണ ചാവ് വന്ന് തോന്നുന്നു. അത്ര അടി താഴ്ചയിൽ കുത്തണം. നമുക്ക് കുത്താം. അതാ ഗൈസ് നമ്മൾ അടിക്ക് അത്യാവശ്യത്തിന് കുത്തിപ്പോട്ടെ. ഇനി അതാ ഗൈസ് നമ്മൾ കുറേ താഴ്ചയിൽ കുത്തിയിട്ടുണ്ട്. ഇതിൽ വീണ ഫ്രണ്ട് ഉറപ്പായിട്ടും ഡെഡാവും. ഇനി പുറത്തേക്ക് കയറ്റേ. ഇനി എന്താ ചെയ്യേണ്ടത് കാണിച്ചുതരാം. ആദ്യം നമ്മൾ ഈ ഗ്രേവ് ഇവിടെ വയ്ക്കാം. ഇത് അടിക്ക് പോയല്ലോ. ഓ സോറി ഗൈസ്, ഞാനൊരു കാര്യം മറന്നുപോയി. ഒരു സാധനം കൂടി ഇവിടെ വെക്കാണ്ട്. അപ്പോൾ ഗൈസ് എന്താണ് ആ സാധനം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ TMT ആണ്. ഇത് മൂടട്ടെ. നമ്മൾ TMT ഇവിടെ വെക്കണം. TMT വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്രേവ് വയ്ക്കുക. എന്നിട്ടാണ് നമ്മളെ ഫ്ലഷർ ഉപയോഗിക്കേണ്ടത്. ഞങ്ങൾക്ക് ഫ്രണ്ടായി വരാം. ലല്ല വീട്ടിക്കൊന്ന് കയറി ഇവിടെ. വീട്ടിക്ക് വേഗട്ടെ. അയ്യോ നമ്മൾ ചത്തല്ലോ. ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വേഗം പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വീഡിയോകൾക്കായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.